Hi dear students, welcome to Geography class. Today we can continue our third chapter. Are all ready? Okay. Elliptical orbit. The earth is going around the sun in an elliptical orbit. What is orbit? The earth moves around the sun in a fixed path is called orbit. The shape of the orbit is elliptical shape. What is elliptical shape? That is the shape of egg. Okay. Earth സണ്ണിന് ചുറ്റും റെവല്യൂഷൻ നടത്തുന്നത് എങ്ങനെയാണ്? എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, അതായത് ദീർഘവൃത്താകൃതിയിലാണ്. ആ ഒരു പാത്താണ് നമ്മുടെ എർത്തിന് ഉള്ളത്. ആ ഒരു പാത്തിലൂടെയാണ് സണ്ണിന് ചുറ്റും എർത്ത് റെവല്യൂഷൻ നടത്തുന്നത്. ഓക്കെ, can you imagine this is sun? This shape is the elliptical shape. ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ എർത്ത് സണ്ണിന് ചുറ്റും റെവല്യൂഷൻ നടത്തുന്നത്. നോട്ടീസ് ദാറ്റ് throughout its orbit the earth is inclined the same direction. എന്താണ്? നമ്മുടെ എർത്ത് ഈ റെവല്യൂഷൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ ആക്സിസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ഡയറക്ഷനിലേക്ക് തന്നെയായിരിക്കും ചെരിഞ്ഞ് ഉണ്ടാവുക. എത്രയാണ്? 23½ ഡിഗ്രിയാണ് ഏത് നമ്മുടെ എർത്ത് ചെരിഞ്ഞുള്ളത്. അതിൻ്റെ ആക്സിസ് അത്രയുമാണ് ചെരിഞ്ഞുള്ളത്. ആ ഒരു ചരിവിൽ തന്നെയായിരിക്കും ഈ കംപ്ലീറ്റ് റെവല്യൂഷനിലും ഉണ്ടാവുക. ഓക്കെ, എ ഇയർ ഈസ് യൂഷ്വലി ഡിവൈഡഡ് ഇൻറ്റു സമ്മർ, വിൻ്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺസ്. വാട്ട് ആർ ദ മെയിൻ സീസൺസ്? സമ്മർ, വിൻ്റർ, സ്പ്രിംഗ് ആൻഡ് ഓട്ടം. Seasons change due to the change in the position of the earth around the sun. എർത്തിൻ്റെ റെവല്യൂഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? സീസണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ എർത്തിൻ്റെ റെവല്യൂഷനിൽ ഉണ്ടാകുന്ന പൊസിഷൻ ചേഞ്ചസിനനുസരിച്ചാണ് എന്താണ് ഓരോരോ സീസൺസ് മാറി വരുന്നത്. ഓക്കെ, ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ജൂൺ സീസണാണ്. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആക്സിസിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്, എല്ലായിടത്തും ഒരേ സൈഡിലേക്ക് തന്നെയാണുള്ളത്. ആ റെവല്യൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്തി, ഇവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള സീസൺ ആയിരിക്കില്ല ഇവിടേക്ക് വരുമ്പോൾ. ഇവിടെ നിന്ന് ഇവിടേക്ക് പൊസിഷൻ മാറുമ്പോഴേക്കും എന്താണ്? സീസണും ചേഞ്ച് ചെയ്ത് വരുന്നു. വീണ്ടും ഇവിടേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും സീസൺ ചേഞ്ച് ചെയ്യുന്നു. ഇവിടുന്ന് വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്തതിലെത്തുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്ന സീസണിലേക്ക് വരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? എർത്തിൻ്റെ റെവല്യൂഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂ അല്ലേ? ഈ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയുന്നത്? എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് എർത്ത് റെവല്യൂഷൻ നടത്തുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഓക്കെ, next we can study about summer solstice. On 21st June, the northern hemisphere is tilted towards the sun. The rays of the sun fall directly on the Tropic of Cancer. As a result, these areas receive more heat. The areas near the poles receive less heat as the rays of the sun are slanting.
The North Pole is inclined towards the sun, and the poles beyond the Arctic Circle experience continuous daylight for about 6 months. Since a large portion of the northern hemisphere is getting light from the sun, it is summer. It is summer in the regions north of the equator. The longest day and the shortest night at these places occur on 21st June. At this time, in the southern hemisphere, all these conditions are reversed. It is winter season there. The nights are longer than the days. The position of the earth is called the summer solstice. Here the summer solstice. Okay, summer solstice or June solstice. Now we can study this with the help of image. Okay, this is the clear image of summer solstice or June solstice. Here the northern hemisphere is summer season. എങ്ങനെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇപ്പോൾ സമ്മർ സീസൺ ആയതെന്ന് നോക്കാം. നോർത്ത് പോൾ ഇപ്പോൾ സണ്ണിന് നേരെ ചെരിഞ്ഞാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ആക്സിസ്. ഹിയർ ദ നോർത്ത് പോൾ ആൻഡ് ഹിയർ ദ സൗത്ത് പോൾ. ദിസ് ഈസ് സൺ. ദിസ് ഈസ് ഇക്വേറ്റർ. ഓക്കെ, ഇപ്പോൾ നോർത്ത് പോള് ഇപ്പോഴേതാണ്? ഈ ഒരു ഏരിയ എന്തായി? ഈ നോർത്ത് പോൾ ഏരിയ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? സണ്ണിന് നേരെ ചെരിഞ്ഞാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺറൈസ് ഡയറക്റ്റായിട്ട് പതിക്കുന്നു. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൺറൈസ് എന്താണ്? ഡയറക്റ്റായിട്ടാണ് ഇപ്പോൾ എവിടെ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ റീജിയണിൽ കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ റീജിയണിൽ കൂടുതൽ ഹീറ്റ് അനുഭവപ്പെടുന്നു. നമ്മൾ പഠിച്ചതാണല്ലേ. ഡയറക്റ്റായിട്ട് സൺറൈസ് കിട്ടുന്ന ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹീറ്റ് അനുഭവപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം പോൾസിലോ അവിടെ ലെസ് ഹീറ്റായിരിക്കും ഉണ്ടാവുന്നത്. എന്താണ് റീസണ്? സൺറൈസസ് അവിടെ സ്ലാൻഡിങ് ആയിട്ടാണ് പതിക്കുന്നത്. ഓക്കെ, ഇവിടേക്ക് എന്താണ്? നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ റീജിയനിലേക്ക് ഡയറക്റ്റായിട്ട് സൺറൈസ് കിട്ടുന്നു. ഇവിടേക്ക് പോൾസിലേക്ക് സ്ലാൻഡിങ് ആയി ലഭിക്കുന്നു. അപ്പോൾ എന്തായി? ട്രോപ്പിക് ഓഫ് ക്യാൻസർ റീജിയനിൽ നല്ല ഹീറ്റ് അനുഭവപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം പോൾസിൽ ലെസ് ഹീറ്റ്. ഓക്കെ, നോർത്ത് പോൾ സണ്ണിന് നേരെ ചെരിഞ്ഞായതുകൊണ്ട് ആർട്ടിക് സർക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു. എബൌട്ട് 6 months 24 hours നമുക്ക് എന്താണ്? സൂര്യപ്രകാശം ആർട്ടിക് സർക്കിളിൽ ലഭ്യമാകുന്നു. ഇവിടെ നോക്കുക, ഇതാണ് ഏത്? നമ്മുടെ നോർത്ത് പോള്. ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്തായി? ഡേയും ഈ ഒരു ഭാഗം എന്തായി? നൈറ്റുമാണല്ലേ. ഇപ്പോൾ ഇവിടെയാണ് ഏതുള്ളത്? നമ്മുടെ സൗത്ത് പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നോർത്ത് പോളിൽ നിന്ന് ഈ ഒരു ഭാഗത്താണ് ഏതുള്ളത്? നമ്മുടെ ആർട്ടിക് സർക്കിളും ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തായി? ആർട്ടിക് സർക്കിൾ ഇപ്പോൾ എന്താണ്? നമ്മുടെ നോർത്ത് പോൾ ഭാഗം സണ്ണിന് നേരെ ചെരിഞ്ഞായതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്? സൂര്യപ്രകാശം ലഭിക്കുന്നു. അതായത് 24 hours ഇവിടെ നമുക്ക് എന്ത് കാണാം? സൂര്യൻ കാണാം. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ്? ഈ സണ്ണിന് നേരെ ചെരിഞ്ഞായത് കൊണ്ട് എന്തായി?
ഇവിടെ എപ്പോഴും, അതായത് 6 months ഇവിടെ എന്തായി, ഫുള്ളും ഡേ ടൈം തന്നെയാണ് ഉള്ളത്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ലാർജ് പോർഷൻ സൺലൈറ്റ് ലഭിക്കുന്നത് കൊണ്ട് അവിടെ സമ്മർ സീസണാണ് ഉണ്ടാവുക. നമുക്കറിയാം ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു റീജിയൺ ആണ് ഏത്, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എൻ്റെ ലാർജ് പോർഷനും എന്താണ്, സൺലൈറ്റ് ലഭിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് സീസണായി, ഇപ്പോൾ സമ്മർ സീസണായി. ഇപ്പോൾ ഇവിടെ ഡാർക്കാന്ന് നോക്കണ്ട, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുമുണ്ടല്ലേ. റെവല്യൂഷൻ മാത്രമല്ല, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ വരുന്നത്, ഡേയും നൈറ്റും വരുന്നത്. പക്ഷേ ഇവിടെ ആർട്ടിക് സർക്കിൾ അല്ലെ പോൾസ് റീജിയണിൽ ഡേയും നൈറ്റും വരാത്തത് എന്താണ്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ നോർത്ത് പോള് ഈ സണ്ണിന് നേരെ ചരിഞ്ഞാണ് ഉള്ളത് കൊണ്ട്, അതിന് നേരെ അടുത്തായതുകൊണ്ടാണ് അവിടെ ഡേയും നൈറ്റും മാറി മാറി വരാത്തത്. 21 ജൂണിൽ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ഈ പ്ലേസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്നാണ് ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ഉണ്ടാകുന്നത്, 21 ജൂണിനാണ്. ഏറ്റവും നീളം കൂടിയ പകലും നീളം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നത്. ദിസ് പൊസിഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ദ സമ്മർ സോൾസ്റ്റൈസ്. ഓക്കെ, 21 ജൂണിൽ ആണ് എന്ത് വരുന്നത്, ദ ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ദ ഷോർട്ടസ്റ്റ് നൈറ്റ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഈ ഒരു ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഇവിടെ ഇപ്പോൾ സമ്മർ സീസണാന്ന് പറഞ്ഞല്ലേ, എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലോ, ഇവിടെ നടന്ന കാര്യങ്ങളുടെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ് ഡേയും ഷോർട്ട് നൈറ്റുമാണെന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം സദേൺ ഹെമിസ്ഫിയറിൽ എന്തായി, ലോങ് നൈറ്റും ഷോർട്ട് ഡേയുമാണ് ഉണ്ടാവുന്നത്. ദെൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായി, വിൻ്റർ സീസൺ. ഓക്കെ, ആൻഡ് നോർത്ത് പോളിൽ 24 hours നമുക്ക് എന്താണ്, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അറ്റ് ദ സെയിം ടൈം സൗത്ത് പോളിൽ സൂര്യൻ ഉദിക്കുന്നതേ ഇല്ല. ഇവിടെ നോക്കുക, സൗത്ത് പോൾ ഇവിടെയാണല്ലേ. അപ്പോൾ ഇത്രയും ഒരു ഭാഗം മാത്രമാണ് എന്ത് വരുന്നത്, സൺറൈസ് ലഭ്യമാകുന്നത്. ബട്ട് ഈ ഒരു റീജിയണിലേക്ക്, ആർട്ടിക് സർക്കിൾ റീജിയണിലേക്ക് എന്ത് വരുന്നില്ല, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സൺറൈസ് ഈ ഒരു റീജിയണിലേക്ക് പതിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായി, സദേൺ ഹെമിസ്ഫിയറിൽ ഫുള്ളും നൈറ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ എവിടെയാണ്, സൗത്ത് പോളിൽ നമ്മുടെ എന്താണ്, നമ്മുടെ സൗത്ത് പോളിൽ സൺറൈസ് ചെയ്യുന്നതേ ഇല്ല, സൂര്യൻ ഉദിക്കുന്നതേ ഇല്ല. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ, ദിസ് പൊസിഷൻ ഈസ് കോൾഡ് സമ്മർ സോൾസ്റ്റൈസ്. ഓക്കെ, നെക്സ്റ്റ് we can study winter solstice. This, okay, winter solstice or summer solstice. Okay, the earth എന്ത് ചെയ്യുന്നു, സൗത്ത് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, റെവല്യൂഷൻ നടത്തി എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വിൻ്റർ സോൾസ്റ്റൈസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വിൻ്റർ സോൾസ്റ്റൈസ്. On 22nd December, the Tropic of Capricorn receives direct rays of the sun as the south pole tilts towards it. As the sun's rays fall vertically at the Tropic of
Capricorn. A large portion of the southern hemisphere gets light. Therefore, it is summer in the southern hemisphere with longer days and shorter nights. The reverse happen in the northern hemisphere. This position of the earth is called winter solstice. Okay, this is the image of winter solstice. Okay, ഡിസംബർ 22 ആകുമ്പോഴേക്കും സൗത്ത് പോൾ സണ്ണിൻ്റെ സൈഡിലേക്ക് ചെരിഞ്ഞാണ് ഉണ്ടാവുക. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ സൗത്ത് പോള്. ഇപ്പോൾ ഈ സൗത്ത് പോൾ എങ്ങോട്ടായി? സണ്ണിന് നേരെ ചെരിഞ്ഞാണുള്ളത്. ഇവിടെയോ? ഇവിടെ സൗത്ത് പോൾ ഇവിടെയാണല്ലേ വന്നത്, നോർത്ത് പോൾ ഇവിടെ. അപ്പോൾ ഇവിടെ എന്തായി? നമ്മുടെ സമ്മർ സോൾസ്റ്റൈസിൽ നോർത്ത് പോളായിരുന്നു സണ്ണിന് നേരെ ഉണ്ടായത്. ബട്ട് ഡിസംബർ എല്ലാം, അതായത് വിൻ്റർ സോൾസ്റ്റൈസ് ആകുമ്പോഴേക്കും എന്തായി? സൗത്ത് പോളാണ് സണ്ണിന് നേരെ വന്നത്, ചെരിഞ്ഞ് വന്നത്. ഓക്കെ, ഇപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് സൺറൈസ് വേർട്ടിക്കലായി ലഭിക്കുന്നത്. ലുക്ക് ദിസ് പിക്ചർ. ദിസ് ഈസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇപ്പോൾ സൺറൈസ് ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന എവിടേക്കായി? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കായി അല്ലേ? ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൻ്റെ ലാർജ് പോർഷൻ ലൈറ്റ്സ് ലഭ്യമാകുന്നു. ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൻ്റെ ലാർജ് പോർഷനും എന്തായി? സൺലൈറ്റ് ലഭ്യമായി അല്ലേ? ഇവിടുത്തെ നമ്മുടെ സൗത്ത് പോളുണ്ട്. ഇപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എന്തായി? ലൈറ്റ്സ് അവൈലബിളായി. ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഇപ്പോൾ എന്ത് സീസണായി? സമ്മർ സീസണായി. ലാർജ് പോർഷൻ ഏരിയ ലൈറ്റ് ലഭിക്കുന്നത് കൊണ്ട് സദേൺ ഹെമിസ്ഫിയർ ഇപ്പോൾ സമ്മർ സീസണായി. ഇപ്പോൾ ഇവിടെയോ? ലോങ്ങർ ഡേയ്സും ഷോർട്ടർ നൈറ്റ്സുമായി. നേരത്തെ സമ്മർ സോൾസ്റ്റൈസിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ട് ഡേയും ലോങ് നൈറ്റുമായിരുന്നു. ഇപ്പോൾ അതെന്തായി? തിരിച്ചായി. ലോങ് ഡേയും ഷോർട്ട് നൈറ്റുമായി മാറി. ദിസ് പൊസിഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് വിൻ്റർ സോൾസ്റ്റൈസ്. ദിസ് പൊസിഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് വിൻ്റർ സോൾസ്റ്റൈസ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണെന്ന് നോക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇപ്പോൾ എന്തായി? വിൻ്റർ സീസണായി. അതായത് ഇവിടെയാണ് നമ്മുടെ നോർത്ത് പോൾ വരുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എന്തായി? നൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സൺറൈസ് അങ്ങോട്ടേക്ക് എത്തുന്നേ ഇല്ല. അപ്പോൾ അവിടെ എന്തായി? ഫുള്ള് കംപ്ലീറ്റായി നൈറ്റായി. ബട്ട് ദ സദേൺ ഹെമിസ്ഫിയറിലോ സൗത്ത് പോളിൽ ഇപ്പോൾ എന്തായി? കണ്ടിന്യൂസ് ആയിട്ട് സൺലൈറ്റ് ലഭിക്കുന്നു. അവിടെ കംപ്ലീറ്റ് ഡേ ആണുള്ളത്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? കാണാൻ പറ്റും, സണ്ണിനെ കാണാൻ പറ്റും. ബട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈസ് വരുന്നതേ ഇല്ല, അല്ലെ സൺലൈറ്റ് വരുന്നതേ ഇല്ല. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ് നൈറ്റുമായി ഷോർട്ട് ഡേയുമായി. ഓക്കെ, ലോങ് നൈറ്റ് ആൻഡ് ഷോർട്ട് ഡേ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു ലോങ് ഡേ ആൻഡ് ഷോർട്ട് നൈറ്റ്. നോർത്ത് പോളിൽ എന്താണ്? സൂര്യൻ ഉദിക്കുന്നേയില്ല. സൗത്ത് പോളിൽ 24 hours അറൗണ്ട് 6 months നമുക്ക് സൂര്യപ്രകാശം ലഭ്യമാകുന്നു, സണ്ണിനെ കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഡു യു നോ ദാറ്റ് ദ ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ ദ സമ്മർ സീസൺ? ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടായിരിക്കും സമ്മർ സീസണിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്രിസ്മസ് വരുന്നത് എല്ലാ കൺട്രീസ് വേൾഡ് മുഴുവനും ഏതിടയിലാണ്? ഡിസംബർ 25 തന്നെയാണ്. പക്ഷേ അവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഏതാണ്? സമ്മർ സീസണാണ്. എന്താണ് കാരണം? ഓസ്ട്രേലിയ
ഏതാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ് ഡിസംബർ ആകുമ്പോഴേക്കും സൺ എവിടെ വരുന്നത്? സദേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത് അല്ലേ. സൗത്ത് പോളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സണ്ണിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കായിരിക്കും ഡയറക്റ്റ് സൺറൈസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സീസൺ എന്താണെന്ന് പറഞ്ഞത്? സമ്മർ സീസൺ ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സമ്മർ സീസണിലാണ് എന്ത് വരുന്നത്? ഓസ്ട്രേലിയ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇക്വിനോക്സ്. On 21st March and September 23rd, direct rays of the sun falls on the equator. As this position, neither of the poles is tilted towards the sun, so the whole earth experiences equal days and equal nights. This is called an equinox. Okay, രണ്ട് ഇക്വിനോക്സസ് ഡേയ്സാണ് വരുന്നത്. ഒന്ന് മാർച്ച് 21st മറ്റൊന്ന് സെപ്റ്റംബർ 23rd. ഓക്കെ, നമ്മുടെ എർത്ത് റെവല്യൂഷൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞത്? 365 1/4 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞല്ലേ. ഈ റെവല്യൂഷനിൽ മാർച്ച് 21st സെപ്റ്റംബർ 23rd സൺറൈസ് ഡയറക്റ്റായി ഇക്വേറ്ററിൽ പതിക്കുന്നു. മാർച്ച് 21st സെപ്റ്റംബർ 23rd സൺറൈസ് ഡയറക്റ്റായിട്ട് ഇക്വേറ്ററിൽ പതിക്കുന്നത്. ഈ പൊസിഷനിൽ ഒരു പോൾസും സണ്ണിന് നേരെ ചെരിഞ്ഞല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇക്വേറ്ററിലേക്കാണ് സൺറൈസ് പതിക്കുന്നത്. എന്താണ്, നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ രണ്ട് പോൾസും എന്താവുന്നില്ല, സണ്ണിന് നേരെ ചരിഞ്ഞല്ല ഉള്ളത്. ഓക്കെ, സോ ദ എർത്ത് മുഴുവൻ ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ എർത്തിൽ കംപ്ലീറ്റായി ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റ്സും ഉണ്ടാകുന്നതിനെ വി ക്യാൻ കോൾഡ് ഇക്വിനോക്സ്. ഓക്കെ, നമ്മൾക്ക് ഈ ചിത്രം നോക്കി ഇക്വിനോക്സ് ഒന്നുകൂടി മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ഫോമിലാണ് ഈ ചിത്രം നൽകിയിരിക്കുന്നത്. എർത്ത് നോക്കുക, എർത്തിൻ്റെ ഇക്വേറ്ററാണ് അല്ലേ. സൺ ഇവിടെയാണ്. സൺറൈസ് ഡയറക്റ്റായിട്ട് ഇക്വേറ്ററിൽ പതിക്കുന്നു. അപ്പോൾ മാർച്ച് 21st ആകുമ്പോഴേക്കും ഇതുപോലെ ആണ് വരുന്നത്. എർത്തിൻ്റെ ഇക്വേറ്ററിലേക്കാണ് ഡയറക്റ്റായിട്ട് സൺറൈസ് വേർട്ടിക്കലായിട്ട് പതിക്കുന്നു. അതുപോലെ തന്നെയാണ് എന്താണ് സെപ്റ്റംബർ 23rd ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എന്തായി അവിടെ? രണ്ട് ഹെമിസ്ഫിയറിലും ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, എർത്തിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, സൺറൈസ് ഇവിടെ ലഭിക്കുന്നു. അപ്പോൾ എന്തായി? ഒരേ തരത്തിലുള്ള ഡേയും നൈറ്റുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്തായി? ഇക്വിനോക്സ് ഡേയ്സിൽ ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമാകുന്നു. ഓക്കെ, ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റുമാകുന്നത് എങ്ങനെയാണ്? 1 day equal to 24 hours. So 12 hours day and 12 hours night. ഓക്കെ, ഈക്വിനോക്സ് ഡേയ്സിൽ 12 hours ഡേയും 12 hours നൈറ്റുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, on 23rd September it is autumn season in the northern hemisphere and spring season in the southern hemisphere. Once more, autumn season in the northern hemisphere and southern hemisphere is
spring season. When? September 23rd. Okay, on 23rd September, northern hemisphere is autumn season and spring season in the southern hemisphere. Okay, then March equinox here, 21st March, northern hemisphere is spring season and autumn season in the southern hemisphere. Once more, March equinox we can explain. Spring season in the northern hemisphere and autumn season in the southern hemisphere. Okay, do you understand this? Once more, സെപ്റ്റംബർ ഇക്വിനോക്സ് എടുക്കുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും ആയിരിക്കും സെപ്റ്റംബർ ഇക്വിനോക്സ് വരുമ്പോൾ. ആൻഡ് മാർച്ച് ഇക്വിനോക്സ് വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണുമായി. വൺസ് മോർ, ഇവിടെ സമ്മർ സോൾസ്റ്റേസിൽ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസണുമായി അല്ലേ. ദെൻ ഇക്വിനോക്സിൽ വരുമ്പോൾ, സെപ്റ്റംബർ ഇക്വിനോക്സിൽ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണുമായി. ദെൻ ഡിസംബർ സോൾസ്റ്റേസ് ഓർ വിൻ്റർ സോൾസ്റ്റേസ് വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വാട്ട് ഈസ് വിൻ്റർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണുമായി. ഓക്കെ, ദെൻ മാർച്ച് ഇക്വിനോക്സിലെത്തുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണുമായി. ഇങ്ങനെയാണ് ഓരോ ഹെമിസ്ഫിയറിലും എർത്തിൻ്റെ റവല്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ പൊസിഷൻ്റെ ചേഞ്ചസിനനുസരിച്ച് സീസൺസ് മാറി വരുന്നത്. ഓക്കെ, നൗ വി ക്യാൻ കൺക്ലൂഡ് there are days and nights and changes in the seasons because of the rotation and revolution of the earth respectively. The days and nights occur due to the rotation of the earth and changes in the season occur for the revolution of the earth. Okay.